Brésilien Neymar est sur le point de signer au Paris Saint-Germain. Neymar permission to discuss a world record transfer deal with Paris. One of the kings of football, and he made that decision. ഈ ഫുട്ബോൾ ലോകം ആരുടെയും തിരിച്ചുവരവ് ഇത്രയും അധികം ആഘോഷിക്കാറില്ല, കാത്തിരിക്കാറുമില്ല. കാരണം അയാളുടെ കണങ്കാലുകൾ വിശ്വവേദിയിൽ ഒരുക്കിയ മാന്ത്രികത ഓരോ കാൽപന്താരകൻ്റെയും ബ്ലഡ് ടോണുകളിൽ അങ്ങനെ വറ്റാത്ത ലഹരിയായി മത്ത് പിടിപ്പിച്ചുകൊണ്ട് കലങ്ങി മറയുകയാണ്. വർഷം 2 തികഞ്ഞിട്ടുണ്ട് കനേറിയൻ കുപ്പായത്തിലെ വീർപ്പിന് വിശ്രമം നൽകിയിട്ട്. എന്നിട്ടും ആ കുപ്പായത്തിൽ അയാൾക്ക് പകരക്കാരനെയോ അയാൾക്ക് മുകളിലോ മറ്റാരും ഇന്നോളം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല. ഇതിഹാസങ്ങൾക്ക് പഞ്ഞമില്ലാത്ത നാട്ടിൽ അയാൾക്ക് ശേഷം മറ്റൊരു പിറവിയെടുക്കാത്തതായിരുന്നില്ല കാരണം. ആ ജനതയുടെ ഹൃദയങ്ങൾക്ക് അയാളെക്കാൾ മികച്ച ഒന്നിനെ ആസ്വദിക്കാൻ സാധിക്കാതെ പോയതാണ് അതിനെല്ലാം കാരണം. വെറുമൊരു സങ്കല്പ ലോകത്തായിരുന്നില്ല അയാളുടെ ഷോകൾ. അയാളുടെ ഷോബൂട്ടുകളിൽ നിരന്തരം വിരിഞ്ഞിരുന്ന നട്മഗുകളും റെയിൻബോകളും ഫെയിൻറ്റുകളും ഷേക്ക് ലെഗ്സും ഫ്ലിക്കും സോളോ റോൾസും സ്റ്റെപ്പ് ഓവറും റാപ്പിഡ് ആക്സലേഷനും കൊണ്ട് നിർവചിച്ചിരുന്നതെല്ലാം മറ്റാർക്കും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത തരം വിസ്മയങ്ങൾ തന്നെയായിരുന്നു. ഓരോ ആരാധകൻ്റെയും ഹൃദയവും അയാൾക്കൊപ്പം അയാളുടെ താളത്തിനൊപ്പം തുടികൊട്ടുക തന്നെയായിരുന്നു. ഒരു ബാലോൺ ഡോറുകളും ഒരു പുരസ്കാരങ്ങളുടെയും ഒരു കിരീടത്തിൻ്റെയും മകമ്പടി വേണമായിരുന്നില്ല. അയാളുടെ മഹത്വം ഈ ലോകത്തങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയായിരുന്നു. ക്രിസ്റ്റിയും ലിയോയും മടക്കി വാഴുന്ന ബ്രഹ്മത്തിലും അയാളുടെ പേരുണ്ടാക്കിയ ഓളം ഈ 7 ലോകത്തും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഇങ്ങ് കേരളത്തിൻ്റെ മണൽപ്പരപ്പുകളിലും അത് ഉയർന്നു കേട്ടിരുന്നു. തന്നെ ആരാധിച്ച് അയാളുടെ ശൈലികളിൽ മയങ്ങി വീണ സ്കില്ലുകൾ കണ്ട് ഭ്രമം ബാധിച്ച ആരാധകരിൽ പലരും സ്വയം നെയ്മർമാരായി മാറുകയായിരുന്നു. ഇങ്ങ് കേരളത്തിലും ഒരു കൂട്ടം നെയ്മർമാർ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ഈ ലോകത്തിൻ്റെ ബ്രസീൽ ജനതയുടെ അത്തരം വിശ്വാസങ്ങൾക്ക് അവരുടെ കാത്തിരിപ്പിന് ഒരു അറുതി വരണമെങ്കിൽ അയാളുടെ തിരിച്ചുവരവ് അനിവാര്യം തന്നെയാണ്. നുറുങ്ങിയ എല്ലുകളിലെ വേദനകളിൽ വേദനാശമനികൾ നിറച്ച് പലവട്ടം നമുക്ക് വേണ്ടി കാൽപന്ത് ലോകത്ത് വിസ്മയങ്ങൾ തീർത്തുവെങ്കിലും ഈ അവസാന നിമിഷം കൂടെ ആ പഴയ പ്രൗഢി അല്ലെങ്കിൽ പോലും ഒറ്റ തവണയെങ്കിലും അയാളുടെ നിറഞ്ഞാട്ടം കാണാൻ കാത്തിരിക്കുകയാണ് ഈ ലോകം. അതുകൊണ്ട് തന്നെ ആൻസലോട്ടിയുടെ തീരുമാനങ്ങൾക്ക് പോലും തീപിടിപ്പിച്ചു വരുന്ന ഈ വരവിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പോലും അറിയില്ല. പക്ഷേ ഒന്നറിയാം, ആ ജനതയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നീ. അവിടെ കാവലായി നിൽക്കേണ്ടവൻ, അവരുടെ കൈവിട്ടുപോയ സ്വപ്നങ്ങൾ നേടിക്കൊടുക്കേണ്ടവൻ. നീ കൂടെ ഉണ്ടായിരുന്നപ്പോഴെല്ലാം അവരുടെ മുഖത്തെ ആ പ്രതീക്ഷ ഞാൻ പലവട്ടം കണ്ടതാണ്. മറ്റാർക്കും ഇന്നോളം അത് സമ്മാനിക്കാനും കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നെയ്മർ നിങ്ങൾ പലവട്ടം പറയാതെ പറഞ്ഞ പോലെ അവസാനത്തെ ആട്ടവുമാകാം ഇത്. നശിപ്പിക്കാനും കൊന്നു തിന്നാനും പരിക്കുകൾ വീണ്ടും വിധിയായി നിനക്ക് തലയ്ക്ക് മുകളിൽ വീണ്ടും വന്നേക്കാം. എതിരാളികൾ നിന്റെ കണങ്കാൽ ഇനിയും തകർക്കാൻ കാത്തിരിക്കുന്നുണ്ട്, അതുമറിയാം. പക്ഷേ അതിനെല്ലാം നേരിടാൻ തയ്യാറായി തന്നെ നീ അവിടെ തന്നെ വേണം, അവർക്ക് മുന്നിൽ തന്നെ വേണം. ഇതുവരെ കണ്ടതെല്ലാം കൗതുകമായിരുന്നെങ്കിൽ ഇനി കാണാനിരിക്കുന്നത് സംഹാരമാണെന്ന് ഈ ലോകത്തോട്, വിമർശക ലോകത്തോട് നീ വിളിച്ചു പറയണം. അതിനായി അവരുടെ നായകനായി, അവരുടെ രക്ഷകനായി, ഞങ്ങളുടെ സുൽത്താനായി, ഫുട്ബോൾ ലോകത്തിൻ്റെ ഒരേ ഒരു നെയ്മറായി നീ തിരിച്ചു വരണം. ഓഗസ്റ്റ് മാസത്തിൽ മൈക്കൽ ബ്രാഡ്ലിയുടെ അമേരിക്കയ്ക്കെതിരെ ഒരു കൊച്ചു പയ്യൻ ബൂട്ട് കെട്ടി ഇറങ്ങിയപ്പോൾ അധികമാരും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകില്ല. വെട്ടിയൊതുക്കിയ തലമുടിയും അയഞ്ഞു നീണ്ട കാനറി കുപ്പായുമായി അവൻ കളത്തിലിറങ്ങിയപ്പോഴും ഇടതുമൂലയിൽ നിന്നും പാഞ്ഞെത്തിയ പന്തിന് തല വെച്ചുകൊണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ വല ചലിപ്പിച്ചപ്പോഴും ബ്രസീലുകാർ ആരും തന്നെ അവനെ ഒരു സ്വപ്ന ഗോപുരത്തിന് മുകളിലും പ്രതിഷ്ഠിച്ചിരിക്കാൻ ഇടയില്ല. ആദ്യമേ മിന്നിത്തിളങ്ങി ക്ഷണനേരം കൊണ്ട് കൊള്ളിയാൻ പോലെ കത്തിത്തീർന്ന നഷ്ടപ്രഭകളിൽ ആരുമായോ അവനെ സാമ്യപ്പെടുത്തുവാൻ തന്നെയായിരുന്നു അന്നും മാധ്യമങ്ങൾ പോലും വാതുറന്നത്. പക്ഷേ അവനന്ന് ഒരു യാത്ര തുടങ്ങുകയായിരുന്നു. ദിക്കുകാട്ടുന്ന താരകങ്ങളെയോ ദിശാസൂചകങ്ങളെയോ ഒന്നും വകവയ്ക്കാത്ത, ആരെയും പിന്തുടരാത്ത, സ്വന്തം വഴിയിൽ വഴിതെറ്റാത്ത ഒരു ദീർഘയാത്ര. ആത്മവിശ്വാസം മുറ്റിയ അവൻ്റെ ഓരോ ചുവടും ആരാധകരുടെ ഹൃദയം കവർന്നുകൊണ്ടേയിരുന്നു. ഒരു ബാലറ്റ് നർത്തകൻ്റെ തികവോടെ അവൻ കളത്തിൽ ചുവട് വെച്ചുകൊണ്ടേയിരുന്നു. പന്തിനെ കാൽക്കീഴിൽ ഭരിച്ചുകൊണ്ടേയിരുന്നു. പുകൾപ്പറ്റ പ്രതിരോധ കോട്ടകൾ പോലും അവൻ്റെ നീക്കങ്ങൾ ഗണിക്കാനാകാതെ കുഴഞ്ഞു വീഴുന്നുണ്ട്. ശേഷം ഒരുപാട് നേട്ടങ്ങൾ കൊയ്തുള്ള യാത്ര.
എന്നാൽ പിന്നീട് പോകെ പോകെ എതിരെ നിന്നവർ അവൻ്റെ ഉടലിനെ ഉന്നമാക്കാൻ തുടങ്ങി. അവനെ തോൽപ്പിച്ചത് അത്രയും പരിക്കുകൾ മാത്രമായിരുന്നു. ബ്രസീലിനെ ഹൃദയപക്ഷം ചേർത്തവരുടെ പ്രാർത്ഥനകൾ എന്നും അവൻ്റെ ബൂട്ടിനൊപ്പം ഉണ്ടായിരുന്നിരിക്കണം. അവൻ മുടന്തി വീണപ്പോൾ അവരിൽ നിന്നുയർന്ന തൊണ്ട് പൊട്ടുന്ന മുറവിളികൾ അവരുടെ ദൈവങ്ങൾ കേട്ടിരിക്കണം. ഉള്ളു പൊള്ളുന്ന ചൂടിലും അവൻ തിരികെ നടന്നുകൊണ്ടേയിരുന്നു. കരഞ്ഞു മടങ്ങാനാണെങ്കിൽ തുടങ്ങേണ്ടതില്ലായിരുന്നല്ലോ എന്ന് അവൻ്റെ മനസ്സിലങ്ങനെ മന്ത്രിക്കുമായിരുന്നു. പിന്നീട് അവൻ്റെ യാത്രയുടെ ദൂരം വളർന്നവർക്ക് കണക്കുകൾ നിരന്തരം തെറ്റിക്കൊണ്ടേയിരുന്നു. എണ്ണപ്പെട്ട മത്സരങ്ങളിൽ മാത്രമേ സെൽസാവോ ജേഴ്സി അണിയാൻ സാധിക്കൂ എന്ന് വിധി കുറിച്ചവർക്ക് മുന്നിൽ 100 എഴുതി ചേർത്തൊരു കുപ്പായുമായി അവൻ വീണ്ടും യാത്ര തുടർന്നു. റെക്കോർഡുകളും പുരസ്കാരങ്ങളുമായിരുന്നില്ല അയാളുടെ ലക്ഷ്യം. എതിരെ വരുന്നവൻ്റെ ലക്ഷ്യത്തെ നിരാശപ്പെടുത്തണം. ചലനങ്ങൾ കൊണ്ട് കാൽപന്ത് കളിയുടെ ഈറ്റില്ലങ്ങളിൽ ആരാധകരുടെ ഹൃദയം കവർന്നെടുക്കണം. എന്നാൽ അതെല്ലാം നെയ്മർ എന്ന മാന്ത്രികത പന്താട്ടക്കാരന് ജീവനെടുക്കും തരം ഓർമ്മകൾ മാത്രമാണ് സമ്മാനിച്ചത്. 2014 തുടങ്ങിയ വേദനയുടെ കഥ ഇന്നും അയാളെ വിടാതെ വേട്ടയാടുന്നുണ്ട്. പിന്നീട് പല നിലങ്ങൾ, പലതിലും പതിവിലും വേഗതയില്ലാത്ത നെയ്മർ. മഞ്ഞക്കുപ്പായക്കാർക്ക് വേണ്ടി ശേഷം 2 തവണയും വിശ്വവേദിയിലേക്ക് വന്നപ്പോഴെല്ലാം നീറുന്ന ഓർമ്മകൾ മാത്രം. ഒടുവിൽ ഇത്തവണ അവസാന നാളുകളിൽ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച യാത്രയിൽ മറ്റൊരു വിശ്വവേദി കൂടി വരുന്നു. പക്ഷേ തൻ്റെ ഉടലും ഉയരും ബലി കൊടുത്ത ആ ജേഴ്സിയിലേക്ക് പോലും എത്താൻ അയാൾക്ക് പോലും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നു. നെയ്മറില്ലാത്ത ഒരു ബ്രസീൽ യുഗത്തിന് പോലും പലരും തറക്കല്ലിടാൻ തീരുമാനിച്ചു. എന്നിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് ഒടുക്ക തങ്കത്തിനായി അയാൾ സ്വയം മെരുക്കിയെടുത്ത് വരുന്നത് കാണാം. അതും ആൻജലോട്ടിയുടെ തീരുമാനങ്ങൾക്ക് മുകളിൽ. ബ്രസീലിൻ്റെ ഭാഗതയും വഹിച്ച തലമുറകളിൽ എണ്ണപ്പെട്ടവർ മാത്രം എത്തിച്ചേർന്നിടത്താണ് എന്നും അവൻ നിൽക്കുക. ഇന്നും അവൻ ഓരോ മത്സരങ്ങൾക്കിറങ്ങുമ്പോഴും ഒത്തിരി സ്നേഹത്തോടെ പ്രതീക്ഷയോടെ ആരാധകർ അവൻ്റെ ബോട്ടിലേക്ക് കണ്ണയക്കാൻ കാത്തിരിക്കുകയാണ്. കാരണം കണ്ടുമറന്ന മായക്കാഴ്ചകൾ ഒരിക്കൽ കൂടി നേരിൽ ദർശിക്കുവാൻ. ഒരുപക്ഷെ ആ പഴയ നെയ്മർ ആയിരിക്കില്ല, അറിയാം. പഴയതുപോലെ പന്തിനെ അനുസരിപ്പിക്കും വണ്ണം അയാളുടെ കാലുകൾ വഴക്കം മറന്നേക്കാം. കൂടെ ഗോൾ നേടാതിരിക്കാം. ഫലം എന്തു തന്നെയായാലും അയാളുടെ സാന്നിധ്യം കൂടെ ഉണ്ടായാൽ മാത്രം മതി ബ്രസീലുകാർ അനുഗ്രഹീതരാകാൻ. ഇന്നോളമുള്ള കഠിന വഴികളെല്ലാം താണ്ടിക്കൊണ്ട് നേടിയെടുത്ത ബ്രസീലിൻ്റെ കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന ഖ്യാതിയും അവരുടെ നഷ്ടപ്പെട്ട സുവർണ്ണ കാലഘട്ടത്തെ തിരികെ കൊണ്ടുവരാൻ എല്ലാം ഒന്നിൽ ആവാഹിച്ച് പിറവി കൊണ്ട് ആയുസാണെന്ന വിധിയുമെല്ലാം ഒരിക്കൽ കൂടി അയാളെ ബ്രസീൽ ജേഴ്സിയിലേക്ക് തിരികെ എത്തിക്കുകയാണ്. അതിൽ അറിയാതെ അർമാദിക്കുകയാണ് എൻ്റെ ഹൃദയം. ആ പുതിയ നെയ്മറിനെ വരവേൽക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. പഴയ നെയ്മർ എൻ്റെ ഈ ഹൃദയത്തിൽ തന്നെ പ്രതിഷ്ഠയായി ഇരിക്കട്ടെ. മനസ്സിൽ ആ കിരീടമുയർത്തി നിൽക്കുന്നൊരു മായാ കാഴ്ചയുണ്ടെങ്കിലും ഇന്നത്തെ തലമുറ നിങ്ങൾക്കത് നേടിത്തരുമെന്ന് ഉറച്ചു വിശ്വസിക്കാൻ പോലും ഇന്നെൻ്റെ മനസ്സുകൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും ഒന്നുണ്ട്, വേദനകൾ സഹിച്ചിട്ടും കടിച്ചമർത്തി ഖത്തറിലെന്ന് പലരും പരാജയപ്പെട്ടെടുത്ത് സ്വയം ഇറങ്ങിച്ചെന്ന് ക്രൊയേഷ്യൻ ഡിഫൻസിനെ പിളർത്തി ലിവാക്കോവിച്ചിനെ നിഷ്പ്രഭമാക്കി നിങ്ങൾ തീർത്ത നിമിഷമുണ്ടല്ലോ, ആ ഒരു ഗോളുണ്ടല്ലോ, അങ്ങനെ ഒന്നും മാത്രം മതി പിന്നീടുള്ള കാലമങ്ങോളം ജീവിതത്തിൽ എനിക്ക് സൂക്ഷിക്കാം. അതിനായി നെയ്മർ ഡാ സിൽവ സാന്റോസ് എന്ന നാമം ഒരിക്കൽ കൂടി ആ കുപ്പായത്തിന് പുറകിലുണ്ടാകണം. കമൻറ്റുകളിൽ നിങ്ങളുടെ നാമം നിറഞ്ഞു നിൽക്കണം. ആ നാളുകൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഈ ഫുട്ബോൾ ലോകം. കൂടെ കേരളത്തിലെ ഞാനടങ്ങുന്ന നിങ്ങളിലൂടെ ഇന്നും ഓരോ വൈകുന്നേരങ്ങളിലും നെയ്മർമാരെ ജീവിക്കുന്ന ഞങ്ങളും. അതേ നെയ്മർ, ഈ ലോകവും ഞങ്ങളും കാത്തിരിക്കുകയാണ് നിങ്ങളുടെ തിരിച്ചുവരവിനായി. Into Neymar, could be a chance here, goes for the return.